മുൻജന്മത്തിൽ മറ്റുള്ളവരെ പോഷിപ്പിക്കുന്നതിലും മറ്റുള്ളവരെ പരിപാലിക്കുന്നതിലും ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആത്മാക്കളാണ് ഈ ജന്മം പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം ബലപ്പെടുകയാണെങ്കിൽ അമ്മമാരുടേതിന് സമാനമായ രീതിയിൽ മറ്റുള്ളവരെ പോഷിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനും ഒരു ലീഡർഷിപ്പ് അവിടെ ഇവർ ഉണ്ടെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ കർമ്മപരമായിട്ടുള്ള ഒരു കടമയായിട്ട് ഒരു നിയോഗമായിട്ട് ഇവരിത് കാണുകയും വേണം എന്നുള്ളതാണ്. ഇതിനെ പ്രാകരുത്, ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇതിലേക്ക് ചെന്ന് പെടുന്നു എന്നുള്ളത്. നിങ്ങളുടെ ജീവിത നിയോഗമായിട്ടത് കാണുകയും വേണം എന്നുള്ളതാണ്. നക്ഷത്രാധിപനായ ശനി കർമ്മത്തിൻ്റെ ഗ്രഹമാണല്ലോ. അതുകൊണ്ട് തന്നെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് ശനി എക്സ്ട്രീമായിട്ട് മോശം പ്രവൃത്തിയുടെയും ദാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ സന്യാസത്തിൻ്റെയും യോഗാവസ്ഥയുടെയും നീതിയുടെയും ഗ്രഹവും കൂടിയാണ്. അപ്പം നല്ല പ്രവൃത്തി ചെയ്താൽ ഈ ജന്മം തന്നെ നല്ലത് ഗുണങ്ങളും, മോശം പ്രവൃത്തി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മോശം ഗുണങ്ങളും വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ജന്മം കൂടിയാണ് ഇവരുടെ. കാരണം ശനിയുടെ ആധിപത്യവും വ്യാഴത്തിൻ്റെ ആധിപത്യവും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മത്തിനുള്ള ഫലവും നല്ല കർമ്മം ചെയ്താൽ നല്ല കർമ്മത്തിനുള്ള ഫലവും വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് വരികയും ഇവർക്ക് പിന്നീട് അതൊരു ഭീതിയായിട്ട് വരികയും ചെയ്യും. നല്ല പേടിയുണ്ടാവും കർമ്മഫലത്തെപ്പറ്റി. നിരീശ്വരവാദികളാണെങ്കിൽ പോലും കർമ്മയെപ്പറ്റി നല്ല ഭയം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രമായതുകൊണ്ട് ശനിക്ക് ബലം കുറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് പല കാര്യങ്ങളിലും വൈകൽ വരും. ഡിലേയിങ്, ജോലിയിൽ, സമ്പത്ത് വരുന്നതിൽ, കല്യാണം കഴിക്കുന്നതിൽ, കുട്ടി ഉണ്ടാകുന്നതിലൊക്കെ ചിലപ്പം ഡിലേ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. ഇത് പൂർവജന്മ കർമ്മത്തെ, അതായത് ഒരു പ്യൂരിഫിക്കേഷനാണല്ലോ വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത്. സോളിൻ്റെ ഒരു പ്യൂരിഫിക്കേഷനാണ്. അപ്പം അത് പൂർവജന്മാർജിതമായിട്ടുള്ള മോശകർമ്മങ്ങളുടെ ഒരു പ്യൂരിഫിക്കേഷനായിട്ട് കരുതി, ഒരു റിഫൈനിങ് ആയിട്ട് കരുതിയിട്ട് അതിനെ അങ്ങ് ഉൾക്കൊള്ളുകയും ഈ ജന്മം തിരിച്ചറിവോടുകൂടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടതിനെ ഈ അനുഭവങ്ങളെയൊക്കെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ്.